നമസ്കാരം. ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന ടൂർണമെന്റിനായുള്ള കേരള ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ആരാധകരെ വലിയ നിരാശയിലാക്കുന്നുണ്ട്. കാരണം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അദ്ദേഹത്തെ ഉടനെയൊന്നും കാണാൻ സാധിക്കില്ല എന്നതിനാൽ തന്നെ വിജയ് ഹസാരെ ട്രോഫിയിലായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. പക്ഷെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച കേരള ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടില്ല. സൽമാൻ നിസാറാണ് ടീമിനെ നയിക്കുന്നത്. ടൂർണമെന്റിൽ നിന്നും സഞ്ജു പിന്മാറിയതാണെന്നായിരുന്നു ആദ്യം വന്ന സൂചനകൾ. എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കിയതായുള്ള വിശദീകരണം വന്നത്. വയനാട് വെച്ച് നടന്ന ടീമിന്റെ ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തില്ല എന്നും ഇത് കാരണമാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ പരിഗണിക്കാതിരുന്നത് എന്നുമാണ് KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ അറിയിച്ചത്. വിജയ് ഹസാരെ ട്രോഫി നഷ്ടമാകുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. ഇത് കാരണം അടുത്ത വർഷത്തിന്റെ തുടക്കത്തിൽ ചില വലിയ തിരിച്ചടികളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സഞ്ജുവിനെ കാത്തിരിക്കുന്നത്. ഇവ എന്തൊക്കെയാണെന്ന് വിശദമായി നമുക്ക് നോക്കാം. അടുത്ത വർഷം ജനുവരിയിൽ ഇംഗ്ലണ്ട് ടീം വൈറ്റ് ബോൾ പരമ്പരകൾക്കായി ഇന്ത്യയിലെത്തുകയാണ്. T20 ഏകദിന പരമ്പരകളാണ് അവർ ഇവിടെ കളിക്കുന്നത്. 5 T20കളും 3 ഏകദിനങ്ങളുമാണ് ഇംഗ്ലണ്ടിന്റെ ഇന്ത്യൻ പര്യടനത്തിൽ ഉള്ളത്. T20 പരമ്പര ജനുവരി 22 മുതലും ഏകദിന പരമ്പര ഫെബ്രുവരി 6 മുതലുമാണുള്ളത്. T20യിൽ ഇന്ത്യൻ ടീമിൽ തന്റെ സ്ഥാനം ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള പരമ്പരയിൽ സ്ഥാനവും ലഭിച്ചേക്കും. എന്നാൽ അതിനുശേഷമുള്ള ഏകദിന പരമ്പരയിൽ മലയാളി താരത്തിന് അവസരം കിട്ടുമോ എന്നത് സംശയകരമാണ്. കാരണം ഈ ഫോർമാറ്റിൽ സഞ്ജുവിന്റെ ഫോമിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റിനും സെലക്ടർമാർക്കും തീർച്ചയായും സംശയങ്ങളുണ്ടാകും. സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിക്കാനും ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ കയറിപ്പറ്റാനും സഞ്ജുവിന് മുന്നിലുള്ള സുവർണാവസരമായിരുന്നു വിജയ് ഹസാരെ ട്രോഫി. ഇതിൽ കേരളത്തിന് വേണ്ടി ചില മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കാനായാൽ അത് സഞ്ജുവിന് ഇന്ത്യൻ ഏകദിന ടീമിലും ഇടം നേടിക്കൊടുക്കുമായിരുന്നു. പക്ഷെ വിജയ് ഹസാരെ ട്രോഫി നഷ്ടമായത് കാരണം ഈ പ്രതീക്ഷ അസ്തമിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയ്ക്ക് ശേഷമാണ് പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കാനിരിക്കുന്ന ICC ചാമ്പ്യൻസ് ട്രോഫിക്കായി ഫെബ്രുവരി 2 വാരം ഇന്ത്യൻ ടീം യാത്ര തിരിക്കുന്നത്. ഈ ടീമിലും ഇടം പിടിക്കാനുള്ള അവസരം കൂടിയാണ് വിജയ് ഹസാരെ ട്രോഫി മിസ്സാക്കിയതിലൂടെ സഞ്ജു സാംസൺ കളങ്ങി കുളിച്ചിരിക്കുന്നത്. ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീം പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഈ ഫോർമാറ്റിൽ താരങ്ങളുടെ സമീപകാലത്തെ പ്രകടനങ്ങൾ സെലക്ടർമാർ തീർച്ചയായും പരിഗണിക്കുകയും ചെയ്യും. എന്നാൽ അവിടെയും കാര്യമായൊന്നും സഞ്ജുവിന് എടുത്തു കാണിക്കാനായില്ല. വിജയ് ഹസാരെ ട്രോഫിയിൽ മിന്നിക്കുകയും അതിനുശേഷം ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലും നന്നായി പെർഫോം ചെയ്തിരുന്നുവെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന് സീറ്റ് ഉറപ്പായിരുന്നു. എന്നാൽ വിജയ് ഹസാരെ ട്രോഫിക്കൊപ്പം ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലും തഴയപ്പെട്ടാൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിലും സഞ്ജുവിന് അവസരം പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ വന്നാൽ അടുത്ത മാർച്ചിൽ തുടങ്ങുന്ന IPLൽ വീണ്ടും ഒരിക്കൽ കൂടി രാജസ്ഥാൻ റോയൽസിനായി റൺ വേട്ട നടത്തിയ ശേഷം ടീം ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് തിരികെ വരേണ്ടി വന്നേക്കും.